നെക്സ്റ്റ് പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇത് മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ആൻഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ മൊഡ്യൂൾ 3 ഒരു ടോപ്പിക്കാണ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്തിനെ ഉദ്ദേശിക്കുന്നു പറഞ്ഞാൽ, നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ഇപ്പോൾ ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആവാം, 2 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആവാം, അതിൽ ഏതെങ്കിലും ആ ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും പാർട്ടിൽ നമ്മൾ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നതിനെയാണ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഡൂയിങ് സംതിങ് ടു എവറി പാർട്ട് ഓഫ് ആൻ ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനോ അത് ട്രാൻസ്ലേഷൻ ആവാം, റൊട്ടേഷൻ ആവാം, സ്കെയിലിംഗ് ആവാം, അത് നടത്തുന്നതിനാണ് എന്തെന്ന് പറയുന്നത് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അപ്ലൈങ് സം മാക്സ് ടു എവറി പോയിന്റ്, ലൈൻ ആൻഡ് പ്ലെയിൻ ഇൻ ദ ഒറിജിനൽ ഒബ്ജക്റ്റ് ടു മേക്ക് എ ന്യൂ വൺ. അതായത് എന്താണ്, ഏതെങ്കിലും ഒരു പോയിന്റിലോ ലൈനിലോ അല്ലെങ്കിൽ പ്ലെയിനിലോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്നു. അപ്പോൾ അതിനെയാണ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ അപ്പോൾ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? Affine transformation is described as a line, point and plane are allowed to be transformed by keeping some properties of affine transformation. അതായത് ഏതെങ്കിലും ലൈനോ പോയിന്റോ പ്ലെയിനോ നമ്മൾ എന്ത് ചെയ്യാൻ അനുവദിക്കുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്നു ബൈ കീപ്പിംഗ്. അതായത് കുറച്ച് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നു. അത് ട്രാൻസ്ഫോർമേഷൻ ഏതൊക്കെ ആവാം? ട്രാൻസ്ലേഷൻ ആവാം, റൊട്ടേഷൻ ആവാം, സ്കെയിലിംഗ് ആവാം, ഓക്കെ, ഏത് വേണമെങ്കിലും ആവാം. അത് നമ്മൾ ഏതിൻ്റെ പ്രോപ്പർട്ടീസ് കീപ്പ് ചെയ്തുകൊണ്ടാണ്, അഫൈൻ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോപ്പർട്ടീസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് നമ്മൾ നടത്തുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോപ്പർട്ടീസ്? ഒന്ന്, കൊളീനിയാരിറ്റി. എന്താണ് കൊളീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന ഒബ്ജക്റ്റാണ്. ഈ ഒരു റെക്റ്റാങ്കിൾ ഒബ്ജക്റ്റ് പ്ലെയിൻ ആണ്. ആ പ്ലെയിനിൽ നമുക്ക് 2 പോയിൻ്റ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, ഈ ഭാഗത്ത്. അപ്പോൾ ഈ എ ബി നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് വരുന്ന ഒബ്ജക്റ്റിൻ്റെ ഈ ലൈനിലും എയും ബിയും തന്നെ ആയിരിക്കണം വരേണ്ടത്. അതായത് എന്താണ്, ഈ ലൈനിൽ എയും ബി എന്ന പോയിന്റ് കാണണം. ഇപ്പോൾ ഇവിടെ എ ഇരുന്നിട്ട് ഇവിടെ ബി വരാൻ പാടില്ല. അപ്പോൾ കൊളീനിയാരിറ്റി എന്നാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് എടുക്കുമ്പോൾ ആ ഒബ്ജക്റ്റിൽ എന്തൊക്കെ പോയിന്റ്സ് ആണോ അടുത്തടുത്തിരുന്നത് അത് തന്നെയായിരിക്കണം ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കണം ഇരിക്കേണ്ടത്. അതായത് കൊളീനിയാരിറ്റി ബിറ്റ്വീൻ ദ പോയിന്റ്സ് ഈസ് പ്രിസർവ്ഡ്. കൊളീനിയാരിറ്റി പ്രിസർവ് ചെയ്യണം. ഇനി പാരലിസം എന്ന് പറയുന്നത് എന്താണ്? പാരലൽ ലൈൻസ് റിമെയിൻസ് പാരലൽ. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണ്. ഇപ്പോൾ ഇത് എ ബി, ഇത് സി ഡി. ഇത് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ഇങ്ങനെ വരാൻ പാടില്ല. അതായത് നോക്കിയേ, ഫോർ എക്സാമ്പിൾ ഇത് എ ബി, ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ സി ഡി. ഇത് രണ്ടും പാരലൽ ആണോ? അല്ല, ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർജ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് വരുന്നു. അപ്പോൾ ഇത് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ഇത് രണ്ടും 2 രീതിയിലാണ് വരുന്നത്. പാരലൽ ലൈൻസ് ആയി ഇതിൽ ഈ ഫസ്റ്റ് പ്രീ ഇമേജിൽ പാരലൽ ലൈൻസ് ആയിരുന്നു. അതിന് ട്രാൻസ്ഫോർമേഷൻ നടത്തി വന്ന ഇമേജ് എന്തായിരുന്നു? പാരലൽ ലൈൻസ് അല്ല. എ ബിയും സി ഡിയും എന്തല്ല? പാരലൽ ലൈൻസ് അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോപ്പർട്ടിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അത് തെറ്റാണ്. അപ്പോൾ എ ബിയും സി ഡി എന്ന 2 പാരലൽ ലൈൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോഴും എന്തായിരിക്കണം? പാരലൽ ലൈൻസ് ആയിരിക്കണം. ഓക്കെ, ഇനി ലൈൻ മാപ്സ് ടു ലൈൻ. ഇപ്പോൾ ഒരു ലൈൻ ആണെങ്കിൽ അത് മാപ്പ് ചെയ്ത് കിട്ടുന്നത് എന്തായിരിക്കണം? ലൈൻ തന്നെ ആയിരിക്കണം. ആ ലൈന് കർവായി മാറാൻ പാടില്ല. മാത്രമല്ല ഇറ്റ് പ്രിസർവ്സ് റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് ഈസ് പ്രിസർവ്ഡ്. അതായത് എന്താണ്, 2 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ്. അതൊരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫിഗർ വരയ്ക്കുകയാണ്. ഇപ്പം ഇത് 2 എയും ബിയും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എ ബി സി. ഈ എയും ബിയും സിയും ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ, എയും ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 ആണെങ്കിൽ ഈ 2ൻ്റെ മൾട്ടിപ്പിൾസ് ആവാം. റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം എപ്പോഴും. റേഷ്യോ ഇപ്പോൾ എയും ബിയും ഒരു 5ഉം പിന്നെ ബിയും സിയും എന്താണ് 10ഉം അങ്ങനെ ആവാൻ പാടില്ല. അതായത് നമ്മൾ റേഷ്യോ എപ്പോഴും, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് എപ്പോഴും പ്രിസർവ് ആയിരിക്കണം. കറക്റ്റ് പ്രിസർവ് ചെയ്ത് തന്നെ പോകണം. മാത്രമല്ല എന്താണ്, ബട്ട് നോട്ട് ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് നെസസറിലി. പക്ഷേ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് തമ്മിലുള്ള ആംഗിൾ നമുക്ക് ഇപ്പോൾ 60 ഡിഗ്രിയാണ്. പ്രീ ഇമേജിൻ്റെ 60 ഡിഗ്രി ആണെങ്കിൽ അത് ഇമേജ് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞുള്ള ഇമേജിൽ എന്ത് വരണമെന്നില്ല, 60 ഡിഗ്രി വരണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇതിന് ഏതൊക്കെയാണ് വരുന്നത്? അഫൈൻ ട്രാൻസ്ഫോർമേഷനിൽ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ സാധിക്കും? ഒന്ന് ട്രാൻസ്ലേഷൻ, പിന്നെ റൊട്ടേഷൻ, സ്കെയിലിംഗ്, റിഫ്ലക്ഷൻ, ഷെയറിംഗ്. ട്രാൻസ്ലേഷൻ ചെയ്യാം, റൊട്ടേഷൻ ചെയ്യാം,
സ്കെയിലിംഗ് ചെയ്യാം, സൈസ് കൂട്ടാം, റിഫ്ലക്ഷൻ ചെയ്യാം, ഷിയറിങ് ചെയ്യാം. പക്ഷേ റിജിഡ് ട്രാൻസ്ഫോർമേഷനിൽ സ്കെയിലിംഗ് പറ്റത്തില്ല. ഓക്കെ, ഇനി അഫൈൻ ട്രാൻസ്ഫോർമേഷൻ 2 ഡയമെൻഷനിൽ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. കൺസിഡർ എ പോയിന്റ് പി എക്സ് വൈ, ദെൻ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പി ആർ ആൾ ട്രാൻസ്ഫോം ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ്. നമുക്കൊരു പോയിന്റ് പി എക്സ് വൈ, പി എന്നൊരു പോയിന്റ് 2 ഡയമെൻഷനിൽ പി എന്ന പോയിന്റിന് എത്ര കോർഡിനേറ്റ്സ് ആണ്? 2 കോർഡിനേറ്റ്സ് ആണ് ഉള്ളത്, എക്സും വൈയും എന്ന കോർഡിനേറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിൽ ആ പോയിന്റ് പിയിൽ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ ആ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എങ്ങനെ, ആ പി ഡാഷ്, അപ്പോൾ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ പുതിയൊരു പോയിന്റ് കിട്ടുമല്ലോ, അതാണ് പി ഡാഷ്. ആ പി ഡാഷ് നമുക്ക് എങ്ങനെ ax പ്ലസ് ബി വൈ പ്ലസ് സി ഡി എക്സ് പ്ലസ് ഇ വൈ പ്ലസ് എഫ്. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ എക്സും വൈയും ആയിരുന്നു പ്രീ ഇമേജിൻ്റെ പോയിന്റ് അല്ലേ. പക്ഷെ നമുക്ക് പി ഡാഷിൻ്റെ പോയിന്റിൽ എന്തൊക്കെ കയറി വന്നു? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഡി എക്സ് പ്ലസ് ഇ വൈ പ്ലസ് എഫ്. ഇവിടെ എയും ബിയും സിയും ഡിയും ഇയും എഫും എല്ലാം എന്താണ്? സ്കെയിലാർ വാല്യൂസ് ആണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. എക്സും വൈയും മാത്രമേ എന്തുള്ളൂ? നമ്മുടെ കോർഡിനേറ്റ്സ് ആയിട്ട് ഉള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം എന്താണ്? കോൺസ്റ്റൻ്റ്. അപ്പോൾ നമ്മുടെ പി എക്സ് വൈ എന്ന പോയിന്റ് പി ഡാഷ് ആയി മാറിയപ്പോൾ ഇങ്ങനെ 2 പോയിന്റ്സ് ആയി മാറി, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സിയും ഡി എക്സ് പ്ലസ് ഇ വൈ പ്ലസ് എഫും ആയി മാറി. ഇനി നോക്കിയേ, ഇതിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇത് എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് പഠിക്കേണ്ട. പക്ഷേ എന്താണ്, നമുക്ക് ഇതിൽ ആദ്യം നമുക്ക് ട്രാൻസ്ലേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. ട്രാൻസ്ലേഷൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ എന്താണ്? എയും ഇയും എന്താണ് നോക്കിയേ, എയ്ക്കും ഇക്കും നമുക്ക് എന്ത് കൊടുക്കാം? 1 ഇട്ട് കൊടുക്കാം. 1 ഇട്ട് കൊടുത്തു. ഓക്കെ, എയ്ക്കും ഇക്കും 1 ഇട്ട് കൊടുത്തു. പിന്നെ എന്താണ്? ബിക്കും ഡിക്കും 0, എയ്ക്കും ഇക്കും 1 ഇട്ട് കൊടുക്കുമ്പോൾ ബിക്കും ഡിക്കും 0 ഇട്ട് കൊടുക്കുമ്പോൾ A1, അപ്പോൾ എക്സ് പ്ലസ് ബി ഇത് 0 പ്ലസ് സി അല്ലേ. അടുത്ത ഡിക്ക് ആണെങ്കിലോ എന്താണ്? ഡി ഇവിടെ 0, അപ്പോൾ 0 പ്ലസ് ഇ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ E1 5 പ്ലസ് എഫ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് സിയും വൈ പ്ലസ് എഫും കിട്ടി. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോർഡിനേറ്റ് എക്സ് എന്ന കോർഡിനേറ്റിനോട് എന്തോന്ന് ആഡ് ചെയ്യുമ്പോഴും വൈ എന്ന കോർഡിനേറ്റിനോട് എന്തോന്ന് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രാൻസ്ലേഷൻ സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ട്രാൻസ്ലേഷൻ സംഭവിച്ചല്ലോ. അപ്പോൾ ട്രാൻസ്ലേഷനിലാണെങ്കിൽ നമ്മൾ ഈ എന്തൊക്കെ എയുടെയും ബിയുടെയും വാല്യൂ, ഡിയുടെയും ഇയുടെയും വാല്യൂ എന്തായിരിക്കും? എയ്ക്കും ഇക്കും 1ഉം ബിക്കും ഡിക്കും എന്തായിരിക്കും? 0 കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലേഷൻ. ഇനി അപ്പോൾ അതിൽ റൊട്ടേഷൻ സ്കെയിലിംഗ് ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത് എക്സിൻ്റെയും വൈൻ്റെയും. അപ്പോൾ നോക്കിയേ, എയ്ക്കും ഇവിടെ എക്സും ഇവിടെ വൈയും വരണം. അപ്പോൾ എയ്ക്ക് 1ഉം എയ്ക്ക് എ അതേപോലെ തന്നെ ഇ അതേപോലെ. അപ്പോൾ എ എക്സും ഇ വൈയും കാണും. ബാക്കിയെല്ലാം എന്താണ്? 0 ഇട്ട് കൊടുക്കും. അപ്പോൾ ബി ഡി സി എഫ് എല്ലാം 0. മനസ്സിലായോ? അപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രാൻസ്ലേഷൻ തന്നെയാണ് നമ്മൾ പഴയ കോർഡിനേറ്റ്സിൻ്റെ കൂടെ എന്തോന്ന് ട്രാൻസ്ലേഷൻ അല്ലേ, എസ് പ്ലസ് ടിയും വൈ പ്ലസ് ടിയും. അപ്പോൾ നമ്മൾ ആ രീതിയിൽ വരാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടുത്തെ എയ്ക്ക് 1ഉം ബിക്ക് എന്താണ് 0 ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ബാക്കി അപ്പോൾ എന്തായി? എക്സ് പ്ലസ് സി എന്ന് കിട്ടി അല്ലേ. ഓക്കെ, അതുപോലെ ഡിക്ക് 0യും ഇക്ക് 1 ഇട്ട് കൊടുത്തു. അപ്പോൾ വൈ പ്ലസ് എഫ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 2 ട്രാൻസ്ലേഷൻ്റെ ഇക്വേഷൻ ആയല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണ്? ഇനി സ്കെയിലിംഗ് ആണ്. സ്കെയിലിങ്ങിൽ എങ്ങനെയാണ്? നമ്മുടെ എക്സ് കോർഡിനേറ്റിനോട് സ്കെയിലിംഗ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യും, അതേപോലെ വൈ കോർഡിനേറ്റിനോട് സ്കെയിലിംഗ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ എ എക്സും ഇ വൈയും, എ എക്സ് എന്ന പോയിന്റും ഇ വൈ ഇവിടെയാണ്. നമ്മളിപ്പോൾ എ എക്സും ഇ വൈയും നമ്മൾ അതേപോലെ എഴുതും. എയ്ക്കും ഇക്കും വാല്യൂ കൊടുക്കത്തില്ല. ബാക്കി എല്ലാത്തിനും ബി വൈ പ്ലസ് സിക്കും ബി സിക്കും ഡിയും എഫിനും നമ്മൾ 0 ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഉള്ളി എ എക്സ് ഇ വൈ. അപ്പോൾ ഇതെന്താണ്? സ്കെയിലിങ്ങിൻ്റെ ഇക്വേഷൻ ആയില്ലേ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ആകുമ്പോൾ നമുക്ക് റൊട്ടേഷൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് പറയേണ്ടത്? എക്സ് കോസ് തീറ്റ മൈനസ് വൈ സൈൻ തീറ്റ എക്സ് സൈൻ തീറ്റ പ്ലസ് വൈ കോസ് തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? എയ്ക്കും ഇക്കും കോസ് തീറ്റയും ബിക്ക് മൈനസ് സൈൻ തീറ്റയും ഡിക്ക് സൈൻ തീറ്റയും സിക്ക് എഫിന് 0 ഇട്ട് കൊടുക്കും. ഏത് ഇക്വേഷനിൽ? എക്സ് പ്ലസ് ഈ ഇക്വേഷനിൽ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സിയും ഡി എക്സ് പ്ലസ് ഇ വൈ പ്ലസ് എഫിനും ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് കോസ് തീറ്റ മൈനസ് വൈ സൈൻ തീറ്റ എക്സ് സൈൻ തീറ്റ പ്ലസ് വൈ കോസ് തീറ്റ കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്ന നമുക്ക് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ 2 ഡയമെൻഷനിൽ നടക്കുന്നത്. ഇനി നമുക്ക് നോക്കി, ഇനി ഷിയറിംഗ് എന്താണ്? ഷിയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ കൂടെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യും, അതേപോലെ തന്നെ വൈ കോർഡിനേറ്റും ചേഞ്ച് ആകും. അപ്പോൾ നോക്കിയേ, അവിടെ എന്താണ്? എക്സ് കോർഡിനേറ്റ് ചേഞ്ചായി അതിൻ്റെ പൊസിഷൻ മാറുകയാണ്. എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കുന്ന ഒബ്ജക്റ്റ് നമ്മളിവിടെ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ എങ്ങനെ സംഭവിക്കും?
ഇങ്ങനെയായി മാറും. അപ്പോൾ നമുക്കിവിടെ എന്ത് സംഭവിക്കുന്നു, ഈ ഭാഗത്തിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ചെറുതായിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്, എക്സ് പ്ലസ് ബി വൈയും വൈ പ്ലസ് എ എക്സും ആണ്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, എക്ക് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി അല്ലേ, എക്കും ഇക്കും എന്ത് കൊടുക്കുക, 1 കൊടുക്കുക, സിക്ക് എഫിനും 0 കൊടുക്കുക. ഏത് ഇക്വേഷനിൽ, ഈ പഴയ ഇക്വേഷനിൽ, അതായത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഡി എക്സ് പ്ലസ് ഇ വൈ പ്ലസ് എഫ് എന്ന ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഇക്വേഷൻ കിട്ടും, എക്സ് പ്ലസ് ബി വൈയും വൈ പ്ലസ് എ എക്സും കിട്ടും, പുതിയ പോയിന്റ്. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് ഷിയറിംഗ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സാറ്റലൈറ്റിൽ നിന്നൊക്കെ ഡിസ്റ്റോർഷൻ, ഒരു ഇമേജിൽ എന്തെങ്കിലും ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ക്ലിയർ അല്ല, എന്തെങ്കിലും ചെറുതായിട്ട് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ ഡിഫക്റ്റ് മാറ്റാൻ വേണ്ടി ആ ഇമേജിനെ, ആ ഡിഫക്റ്റിൽ നിന്നും അതിൻ്റെ ഒറിജിനൽ ഇമേജിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ് ടു കറക്റ്റ് എന്താണ്, ജോമെട്രിക്കൽ ഡിസ്റ്റോർഷൻസ്. അതായത് നമുക്ക് സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഇമേജ് ക്ലിയർ ആയിരിക്കത്തില്ല, ആ ഇമേജിനെ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും, അതിൻ്റെ അവിടെ എന്തായിരിക്കും എന്ന് അതിൽ നിന്ന് റിട്രീവ് ചെയ്ത് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള അഫൈൻ ട്രാൻസ്ഫോർമേഷൻ, ഇത് മാത്രം പഠിച്ചാൽ മതി.